1 ദിനവൃത്താന്തം 1-ാം അധ്യായം 1 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. ആദം മുതൽ അബ്രഹാം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരെദ്, ഹെനോക്ക്, മെത്തൂസലേക്ക്, ലാമെക്ക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാമാൻ, തൂബാൽ, മെഷക്, തിരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, ദീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തിം, റോദാനിൻ. ഹാമിന്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്ത്, കാനാൻ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സബ്ത, റാമ, സബ്തെക്ക. റാമയുടെ പുത്രന്മാർ ഷെബ, ദദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി, അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദിം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രുസിം, കസ്ലുഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിം ആണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനും ആയിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, ആഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേത്തർ, മെഷക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരായിരുന്നു. അർപ്പക്ഷാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താന്റെ പുത്രന്മാർ അൽമൊദാദ്, ഷേലഫ്, ഹസർമാവെത്ത്, യറോഹ്, ഹദോറോം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യബോബ്. ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലഗ്, റവു, സെറൂഗ്, നാഹോർ, തേരഹ്, അബ്രഹാം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രഹാത്തിന്റെ സന്തതികൾ. അബ്രഹാത്തിന്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര: ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോദ്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്ബ, ഭൂമ, മാസ, ഹദാദ്, തേമ, യെത്തൂർ, നഫീഷ്, കദേമ. ഇവരും ഇസ്മായേലിന്റെ സന്തതികളാണ്. അബ്രഹാത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, നിദിയാൻ, ഇഷ്ബാഗ്, ഷുവാഹ്. യോക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദിയാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രഹാം ഇസഹാക്കിന്റെ പിതാവാണ്. ഇസഹാക്കിന്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിന്റെ പുത്രന്മാർ എലിഫാസ്, റവുവേൽ, യഹൂഷ്, യാലാം, കോറഹ്. എലിഹാസിന്റെ പുത്രന്മാർ തേമാൻ, ഒമാർ, സെഫി, ഗദാം, കെനസ്, തിമ്ന, അമലേക്. റവുവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സെയിറിന്റെ പുത്രന്മാർ ലോധാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോധാന്റെ പുത്രന്മാർ ഹോറി, ഹോമ. ലോധാന്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, എബാൽ, ഷെഫി, ഓനാം. സിബിയോന്റെ പുത്രന്മാർ അയ്യ, ആന. ആനയുടെ പുത്രനാണ് ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാന്റെ പുത്രന്മാർ ഊസ്, ആരൻ.
ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഏദോമിൽ വാണ രാജാക്കന്മാർ ബെയോറിന്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലയുടെ മരണത്തിന് ശേഷം ബൊസ്രാക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാവിന്റെ മരണത്തിന് ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവീദ് പട്ടണക്കാരനായ ഇവൻ മോവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിന് ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലയ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീര പ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസബാഹിന്റെ പൗത്രിയും മാത്രദിന്റെ പുത്രിയുമായ മെഹത്താബേൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഹദാദിന്റെ മരണശേഷം എദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യഥേദ്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു.